ടിവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കിരൺ വിജയാണ് നിങ്ങളുടെ കൂടെ. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ വലിയ ഒരു കുഞ്ഞാളും കൂടെ ഉണ്ട്. എല്ലാവർക്കും കാണാമല്ലോ. ഇത് കുഞ്ഞൂസാണ്. പേര് പറയും. നാഷയ്ക്ക് എന്താ ഏറ്റവും ഇഷ്ടമുള്ളത്? എന്തോ ഇഷ്ടം? ഡാൻസിങ് ആണോ, സിംഗിങ് ആണോ, കുക്കിംഗ് ആണോ? ഓക്കെ, ഡാൻസിങ്, കുക്കിംഗ്, സിംഗിങ് ഇതെല്ലാം ഇഷ്ടമാണ്. ഓക്കെ, നമ്മൾ ഇന്ന് എന്താ ചെയ്യാൻ പോകുന്നത്? അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വി ഓൾ സ്ക്രീം ഫോർ ഐസ്ക്രീംസ് ആൻഡ് കേക്ക്സ് അല്ലേ? സോ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വെറും മൂന്നേ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റാവുന്ന ഐസ്ക്രീമാണ്. കുക്കിംഗ് വിത്ത് കിഡ്സ് എന്ന് പറയുന്നത് ശരിക്കും ഫണ്ണായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ? നമ്മുടെ വീട്ടിൽ നമുക്കറിയാലോ, അവർ ഇടയ്ക്കൊക്കെ റെസ്റ്റ്ലെസ് ആവും, ഇറിറ്റേറ്റഡ് ആവും. ഈവൻ നമ്മൾക്കും ആ ഒരു സ്റ്റേജ് വരാറുണ്ട്. പക്ഷെ അവരെ ഈസിലി ഡിസ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല കാര്യമാണ് ഈ കുക്കിംഗ് എന്ന് പറയുന്നത്. അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, അതായത് പ്രത്യേകിച്ച് ഈ ഐസ്ക്രീം, കേക്ക് ഇതൊക്കെ എളുപ്പവുമാണ് അല്ലേ? സോ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഐസ്ക്രീം, അതായത് വെറും 3 ഇൻഗ്രീഡിയൻസും കൊണ്ടുള്ളതാണ്. ml thickened cream, 1 can sweetened condensed milk, Oreo biscuit. അപ്പോൾ നമ്മൾ ഇതിനെ ബീറ്റ് ചെയ്യാൻ പോവാണ്. പക്ഷെ നമ്മൾ എന്താ ഇപ്പൊ ചെയ്യുന്നേ? എന്തൊക്കെയാ ഇപ്പൊ ഇതിലൊഴിച്ച്? അപ്പോൾ നമ്മൾ ക്രീമും കണ്ടൻസ് മിൽക്കും മാത്രമാണ് ഒഴിച്ചത്. ഓക്കെ, ശരിക്കും ഈ മാസം എന്ന് പറയുന്നത് US-ലൊക്കെ നാഷണൽ ഐസ്ക്രീം മന്താണ് ശരിക്കും. സോ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വരെ നമ്മളിത് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, കണ്ടില്ലേ ഈ ഒരു കൺസിസ്റ്റൻസി? അപ്പോൾ നമ്മുടെ ബീറ്റിംഗ് പരിപാടി കഴിഞ്ഞു. ഇനി എന്താണ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്ന ശേഷം? ഓറിയോ ബിസ്ക്കറ്റ്. അപ്പോൾ ഈ ഓറിയോ ബിസ്ക്കറ്റ് ചിലവർക്ക് ഫൈൻ ആയിട്ടായിരിക്കും ഇഷ്ടം. അപ്പം എനിക്കും കുഞ്ഞൂസിനും ഒക്കെ ഇഷ്ടം ശരിക്കും ഇത് നല്ല ക്രഞ്ചി ആയിട്ട് കഴിക്കുന്നതാണ്. അപ്പോൾ ഞങ്ങളിത് ക്രഞ്ചി രീതിയിൽ ഞാൻ ഫുഡ് പ്രോസസ്സറിൽ നമ്മുടെ ഓറിയോ ബിസ്ക്കറ്റ് നന്നായിട്ടൊന്ന് അടിച്ച് ഈ പരുവത്തിലാക്കിയിട്ടുണ്ട്. ഇനി നമ്മളിപ്പോൾ ഇത് ആഡ് ചെയ്യാൻ പോവാം. നമ്മളിത് സ്റ്റർ ചെയ്തെടുക്കാൻ പോവാം. നന്നായിട്ട് സ്റ്റർ ചെയ്യാം. മിക്സിങ്. പിന്നെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതാണ് പ്രശ്നം, കുട്ടികൾ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പരിപാടി ഒന്നും നടക്കത്തില്ല. പക്ഷെ കുഴപ്പമില്ല, അവരെയും കൂടി ഇൻവോൾവ് ചെയ്യുന്ന ഏറ്റവും നല്ല കാര്യമാണ്. നമ്മൾ ഇത് കുക്കിംഗ് മാത്രമല്ല, നമ്മളിപ്പം വീട്ടിൽ ക്ലീനിങ്ങിനാണെങ്കിലും ഇപ്പം നമ്മൾ ഡിഷ് വാഷറൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഡ്രൈ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുക എവിടെയാണ് നമ്മുടെ സ്പൂൺസും പ്ലേറ്റ്സും ഇതൊക്കെ എവിടെയാണ് പോകുന്നതെന്നൊക്കെ പറഞ്ഞു കൊടുക്കുക. അതൊക്കെ അവർ ഹെൽപ്പ് ചെയ്യും. അപ്പം കുക്കിംഗ് ഏറ്റവും നല്ലൊരു കാര്യമാണ്, അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഇപ്പം പറഞ്ഞ ഈ 3rd ഇൻഗ്രീഡിയൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറെ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. ഇപ്പം ഫ്ലേവേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് വാനില വേണമെങ്കിൽ വാനില ആഡ് ചെയ്യാം, നട്ട്സ് ഇഷ്ടമുള്ളവർക്ക് നട്ട്സ് ആഡ് ചെയ്യാം, ഫ്രൂട്ട്സ് വേണ്ടിയവർക്ക് ഫ്രൂട്ട്സ്. ഓക്കെ, സോ ഇത് മിക്സ് ചെയ്തു ഞാൻ. ശുരുവലായി. ഇനി ഇത് നമുക്ക് ഓവർ നൈറ്റ് അല്ലെങ്കിൽ 6 to 8 hours, ഇപ്പോൾ വിൻ്റർ ആണല്ലോ, അപ്പോൾ ഒരു 6 to 8 hours നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുക, അല്ലെങ്കിൽ ഓവർ നൈറ്റ് വയ്ക്കുക. എന്നിട്ട് നെക്സ്റ്റ് ഡേ നമുക്കിത് ഓക്കെ മിക്സ് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് ഡേ നമുക്ക് ഐസ്ക്രീം കഴിക്കാവുന്നതാണ്. ഇനിയിപ്പം ഞാൻ ഫ്രിഡ്ജിൽ വെക്കാൻ പോവാണ്, അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ നമ്മളിത് ഓവർ നൈറ്റ് 6 to 8 hours വെച്ചു. നമ്മളിതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് വേണം ഇത് മാറ്റാൻ. അപ്പോൾ നമ്മുടെ ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. 3 ഇൻഗ്രീഡിയൻസും കൊണ്ടുള്ള എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഐസ്ക്രീം. ഇനി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ സ്ട്രോബെറി ടോപ്പിംഗ് ആണ്. സ്ട്രോബെറി ഉണ്ട്, ഓറിയോ ബിസ്ക്കറ്റ് ഉണ്ട്. ഇനി ഞാനിത് ജസ്റ്റ് സിമ്പിൾ ലൈറ്റായിട്ട് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ പോവാണ്. നമ്മൾ ഓൾറെഡി ഒരാൾ ബിസ്ക്കറ്റ് എടുത്തു കഴിഞ്ഞു. ഇനി എൻ്റെ സ്ട്രോബെറി ടോപ്പിംഗ് ആണ്, കുറച്ച് നമുക്ക് അതും കൂടെ ഇടാം. അപ്പോൾ നമ്മുടെ ഓറിയോ ഐസ്ക്രീം ഇപ്പോൾ റെഡിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഇത് കുട്ടികൾക്കും കൊടുക്കണം, കുട്ടികൾക്കും വളരെയധികം ഇഷ്ടപ്പെടും. അവരെയും കൂടെ ഇൻവോൾവ് ചെയ്യിപ്പിക്കണം, എന്നാലേ ഇത് കൂടുതൽ ഫൺ ആക്കാൻ പറ്റുള്ളൂ. ഓക്കെ, സോ എല്ലാവരും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ട്രൈ ചെയ്തിട്ട് പ്ലീസ് bharattvmelbourne@gmail.com നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. സോ ദിസ് ഇസ് കിരൺ വിജോയ്. ബൈ.
See you, Nasha. Bye. Bye-bye. See you next time. Hi everyone. High School Dance Competition HSDC is a freestyle dance competition with an aim to encourage students to participate in activities beyond learning.